എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഓൾറെഡി പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് പറഞ്ഞു. അതിൽ വെർബ് എന്ന് പറയുന്ന ഭാഗത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ വെർബ് പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടെൻസ് കാലങ്ങളെക്കുറിച്ചും നമ്മൾ തുടർന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് വാട്ട് യു മീൻ ബൈ വെർബ്. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? എ വെർബ് ഈസ് എ വേർഡ് വിച്ച് ടെൽസ് അസ് വാട്ട് എ പേഴ്സൺ ഓർ എ തിങ് ഈസ് ഡൂയിങ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. A verb is a word which tells us what a person or a thing is doing. ഒരു വസ്തുവോ ഒരു വ്യക്തിയോ എന്താണ് ചെയ്യുക, ആക്ഷൻ, അതാണ് വെർബ്. അപ്പോൾ ആക്ഷൻ ഓഫ് ദി സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ സാധിക്കും. എക്സാമ്പിൾ നോക്കുക. ഹി റീഡ്സ് എ ബുക്ക്. ഹി റീഡ്സ് എ ബുക്ക്. റീഡ് അവിടെ വായിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവൻ പുസ്തകം വായിച്ചു. അപ്പൊ റീഡ്സ് ഇസ് ദ ആക്ഷൻ ഓഫ് ദി സബ്ജക്റ്റ്. അപ്പൊ റീഡ് ആണ് അവിടുത്തെ വെർബ്. ഐ വെന്റ് ടു ഹിസ് ഹൗസ്. ഐ വെന്റ് ടു ഹിസ് ഹൗസ്. അവന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. വെന്റ് ആക്ഷൻ ഓഫ് ദി സബ്ജക്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ ആണ് സബ്ജക്റ്റ്, ക്രിയ ആൻഡ് ഒബ്ജക്റ്റ്. ഇപ്പം ഇംഗ്ലീഷ് പ്രത്യേകതയുണ്ട്. ആദ്യം കർത്താവ്, സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. മലയാളത്തിൽ അങ്ങനെയല്ല. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. മലയാളത്തിൽ എന്താ പ്രത്യേകത? സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അതാണ് നമ്മുടെ ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ആ ഭാഷയുടെ വ്യത്യാസം. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മാത്രമല്ല വെർബ് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുമ്പോൾ സബ്ജക്റ്റിന് അനുസരിച്ചിട്ടായിരിക്കും വെർബ് വരിക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, ഏകവചനത്തിലാണെങ്കിൽ വെർബ് ഈസ് ആൾസോ ഇൻ സിംഗുലർ. വെർബ് സിംഗുലർ ആയിരിക്കണം. അതായത് സബ്ജക്റ്റ് ഇപ്പോൾ സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ ഏകവചനം, ഒരാൾ അല്ലെങ്കിൽ ഒരു വസ്തു. അപ്പൊ പ്രവൃത്തി അതനുസരിച്ചിട്ടുള്ള വെർബ് അത് എസ് ഓർ ഇഎസ് ചേർത്തുകൊണ്ട് നമുക്കതിനെ സിംഗുലർ ആക്കാൻ സാധിക്കും. വെർബിന്റെ കൂടെ എസ് ഓർ ഇഎസ് ചേർത്ത് സിംഗുലർ ആയിട്ട് മാറും. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ഇഫക്റ്റ് ആണ്. എന്താണെന്ന് റെസ്പെക്ട് കൊടുക്കുക, ബഹുമാനം കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരിക, ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ വരിക, ടു ഓർ മോർ തിങ്സ് ഓർ ടു ഓർ മോർ പേഴ്സൺസ്. അപ്പൊ അത് പ്ലൂരൽ ഇഫക്റ്റ് ആയി, ബഹുവചനമായി. ബഹുവചനം വരുമ്പോൾ ക്രിയ എപ്പോഴും അതും പ്ലൂരൽ ഇഫക്റ്റിലായിരിക്കണം. വെർബ് ഈസ് ആൾസോ ഇൻ പ്ലൂരൽ ഇഫക്റ്റ്. അപ്പൊ എസ് ഓർ ഇഎസ് അവിടെ വേണ്ട. അപ്പൊ അതാണ് ഇവിടെ പ്രത്യേകത. ഹി റീഡ്സ്, കണ്ടോ, എസ് ഓർ എസ് ഒന്ന് റീഡ്സ്. ഹി എന്നുള്ളത് സിംഗുലർ ആണ്, അതുകൊണ്ട് റീഡ്സ് എന്ന് വന്നിരും. അത് സിംഗുലർ ഇഫക്റ്റ് തന്നു. അടുത്തത് നോക്കുക. ഐ വെന്റ് ടു ഹിസ് ഹൗസ്. അവിടെ വെന്റ് എന്നാ വന്നിട്ടുള്ളത്. അവിടെ എസ് ഓർ എസ് ചേർത്തിട്ടില്ല. അവിടെ ഐ എന്നാണ്, ഞാൻ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഐ എന്നുള്ള സിംഗുലർ ഇഫക്റ്റ് ആണെങ്കിലും ഐ ഈസ് കോൾഡ് ഫസ്റ്റ് പേഴ്സൺ. എപ്പോഴും ഉത്തമ പുരുഷൻ എന്ന് പറയും. ഫസ്റ്റ് പേഴ്സൺ, അതിന്റെ റെസ്പെക്ട് ഉണ്ട്, സെൽഫ് റെസ്പെക്ട്. അതുകൊണ്ട് അതിനെ പ്ലൂരൽ ഇഫക്റ്റ്, ബഹുമാനം കൊടുക്കണം. അതപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് വെർബ് ഈസ് ആൾസോ ഇൻ പ്ലൂരൽ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത്. നിങ്ങൾക്കറിയാം ഫസ്റ്റ് പേഴ്സൺ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, തേർഡ് പേഴ്സൺ ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷൻ, അതായത് ഫസ്റ്റ്, ഞാനില്ലാതെ നീയില്ല. സോ ഐ ഈസ് കോൾഡ് ഫസ്റ്റ് പേഴ്സൺ. സെൽഫ് റെസ്പെക്ട് വേണം, അപ്പോൾ പ്ലൂരൽ ഇഫക്റ്റ് കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. സെക്കൻഡ് യു. യു എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് സ്ഥാനമുള്ളത് നിങ്ങൾക്കാണ്, നിനക്കാണ്. സോ യു ഈസ് ദ സെക്കൻഡ് പേഴ്സൺ. അതും റെസ്പെക്ട് കൊടുക്കണം. അതുകൊണ്ട് യു ഈസ് ആൾസോ ഇൻ പ്ലൂരൽ. അതും മധ്യമ പുരുഷൻ എന്നാ പറയാം. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, യു. അത് പ്ലൂരൽ ഇഫക്റ്റ് ആണ്. അടുത്തത് തേർഡ് പേഴ്സൺസ്. ഞാനും നീയും അല്ലാതെ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ഹി വരാം, ഷീ വരാം, ദേ വരാം, ഇറ്റ് വരാം, അതെ, എക്സിട്ര എക്സിട്ര. അങ്ങനെ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ അതൊക്കെ തേർഡ് പേഴ്സൺ ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ
ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, അധമ പുരുഷൻ, അത് ബാക്കിയുള്ളവർ തേർഡ് പേഴ്സൺസ്. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് വേണം നമ്മളിത് കൈകാര്യം ചെയ്യാൻ. സോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ, സബ്ജക്റ്റ് പ്ലൂറൽ ഇഫക്റ്റ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ ഓർ സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ ഇത് പ്ലൂറൽ ആയിരിക്കും, വെർബ് പ്ലൂറൽ ആയിരിക്കണം. അത് മസ്റ്റ് ആണ്, അത് അതിൻ്റെ ഓർഡർ ആണ്. The next one, a verb often consists of more than one word. ഒരു ക്രിയയ്ക്ക് ചില സമയങ്ങളിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉണ്ടാവും. ഒരു ക്രിയയ്ക്ക് ചില സമയങ്ങളിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കൂടെ വരും. അത് നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ മനസ്സിലാവും അതെന്താണ്. ഇവിടെ എന്താണ് പറയുന്നത്? എ വെർബ് ഓഫൺ കൺസിസ്റ്റ്സ് ഓഫ് മോർ ദാൻ വൺ വേർഡ്. ഒരു വെർബിന്റെ കൂടെ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വാക്കുകൾ കാണാൻ സാധിക്കും. ആ വാക്കുകളെ സാധാരണ പറയാ ഓക്സിലറീസ് എന്നാ പറയാം. ഓക്സിലറീസ്, സഹായക ക്രിയ, ഹെൽപ്പിംഗ് വെർബ്സ് എന്നാണ് പറയുക. നോക്കുക, എക്സാമ്പിൾ, ഹി ഈസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. ഹി ഈസ് ദ സബ്ജക്ട്, ഈസ് റീഡിംഗ്. അപ്പൊ റീഡിംഗ് ഈസ് ദ മെയിൻ വെർബ്, ഈസ് ഈസ് ദ ഹെൽപ്പിംഗ് വെർബ്. അപ്പൊ ഈസ് റീഡിംഗ്, ദാറ്റ് ഈസ് ദ ടോട്ടൽ കളക്ഷൻ ഓഫ് ദി വെർബ്. ഈസും റീഡിങ്ങും കൂടി വരിക. അപ്പൊ ഈസിനെ അവിടെ ഓക്സിലറി എന്ന് പറയാം, സഹായക്രിയ എന്ന് പറയാം. അപ്പൊ ഹി ഈസ് റീഡിംഗ് ദ ന്യൂസ് പേപ്പർ. ലീല ഈസ് സിംഗിങ് എ സോങ്. ലീല ഈസ് സിംഗിങ്, ഈസ് സിംഗിങ്. അപ്പൊ അവിടെ ഈസ് എന്നുള്ളത് ഹെൽപ്പിംഗ് വെർബാണ്. അങ്ങനെ നിരവധി ഹെൽപ്പിംഗ് വെർബ് വേണമെങ്കിൽ നമുക്ക് ഈ മെയിൻ വെർബിന്റെ കൂടെ വരാം. അതനുസരിച്ച് അതിന് മാറ്റം വരും. ടെൻസിൽ അത് വീണ്ടും വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. നോക്കുക, ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാസ്, ഹാവ്, ഹാഡ്, ഷാൽ, വിൽ, മേ, ക്യാൻ, മസ്റ്റ്, ബി, ഡു, ഡസ്, ഡിഡ്, എക്സെട്ര. These are the some of the helping verbs. ഇതൊക്കെ മെയിൻ വെർബിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഓക്സിലറീസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെർബിന്റെ കൂടെ ചില സന്ദർഭങ്ങളിൽ വരുമ്പോൾ ആ വെർബ് ഒരു കോമ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം മാറും. അത് മിക്കവാറും ടെൻസുകൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് വേണ്ടി വരിക. ഇനി വീണ്ടും ഒരു കാര്യം വെർബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഒരു സെന്റൻസ് തരുമ്പോൾ ആ സെന്റൻസിനെ നോക്കിയിട്ട് അത് സകർമകമാണോ അകർമകമാണോ എന്ന് നമ്മൾ നോക്കണം. സകർമകം കേട്ടിട്ടുണ്ട്, ട്രാൻസിറ്റീവ് എന്നാണ്, ട്രാൻസിറ്റീവ് വെർബ്. രണ്ടാമത് ഇൻട്രാൻസിറ്റീവ് വെർബ്, അതായത് അകർമകം. അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ സെന്റൻസിൽ ചോദിക്കുക, എന്തിനോട് ചോദിക്കുക? വെർബിനോട് ചോദിക്കുക, ആരെ അല്ലെങ്കിൽ എന്തിന്? ആരെ അല്ലെങ്കിൽ എന്തിന്? ടു ഹും, ടു വാട്ട്? To asking the verb to whom, to what? ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുക. ഉത്തരം കിട്ടുകയാണെങ്കിൽ, ഇഫ് യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ, നമുക്ക് ധൈര്യമായിട്ട് പറയാം അത് ട്രാൻസിറ്റീവ് വെർബാണ്, സകർമ്മക ക്രിയയാണ്, സകർമ്മകമാണ്. അവിടെ കർമ്മം കറക്റ്റ് ആണ്, വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉത്തരം കിട്ടിയില്ലെങ്കിൽ, ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിക്കുമ്പോൾ ടു ഹും, ടു വാട്ട് എന്ന് ചോദിക്കുമ്പോൾ there is no answer, ക്ലിയർ കട്ട് ആൻസർ ഇല്ലെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വെർബ് അഥവാ അകർമ്മക ക്രിയ എന്ന് പറയും, അകർമ്മകം. അതിന് എക്സാമ്പിൾ നോക്കുക, ഹി റൈറ്റ്സ് എ ലെറ്റർ. ഹി റൈറ്റ്സ് എ ലെറ്റർ, അവൻ ഒരു എഴുത്ത് എഴുതുന്നു. എന്തെഴുതുന്നു? എന്തിനെ എഴുതുന്നു? ആരെ എഴുതുന്നു? എഴുത്തിനെ എഴുതുന്നു. ഉത്തരം കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ടു വാട്ട്? എന്തിനെ എഴുതുന്നു? എഴുത്തിനെ എഴുതുന്നു. സോ റൈറ്റ്സ് ഈസ് എ ട്രാൻസിറ്റീവ് വെർബ്. റൈറ്റ് എന്നുള്ളത് സകർമ്മക ക്രിയയാണ്. അടുത്ത എക്സാമ്പിൾ നോക്കുക, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു. ആരെ ഉദിക്കുന്നു? എന്തിനെ ഉദിക്കുന്നു? ടു ഹും, ടു വാട്ട്? ദർ ഈസ് നോ ക്ലിയർ കട്ട് ആൻസർ. ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ നമുക്ക് തരില്ല. അതുകൊണ്ടാണ് റൈസസ് എന്നുള്ളത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്, അകർമ്മക ക്രിയയാണ്. അപ്പൊ നമുക്കറിയാം ധാരാളം ഉണ്ട്. ഇപ്പൊ ഉറങ്ങുക, അവൻ ഉറങ്ങി. ആരെ ഉറങ്ങി, എന്തിനെ ഉറങ്ങി എന്ന് വെച്ചാൽ ഉത്തരം കിട്ടില്ല, കറക്റ്റായിട്ട് ഉത്തരം കിട്ടില്ല. അപ്പൊ അവിടെ നമുക്കതിനെ കർമ്മം ശരിക്കും വ്യക്തമല്ലാത്തത് കൊണ്ട് അകർമ്മകം എന്ന് പറയും. അപ്പോൾ ചില വാക്കുകൾക്ക് കറക്റ്റായിട്ടുള്ള ഒരവസ്ഥ, ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വ്യക്തമാക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് അതിനെ അകർമ്മകമെന്നും, എന്നാൽ വ്യക്തത തരുന്ന ഒരു സെന്റൻസ് വെർബ് ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം തരാൻ സാധിക്കുകയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബ് അഥവാ സകർമ്മകം എന്ന് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ
വെർബിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 2-3 കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോംപ്ലിമെന്റ്, ഞാൻ ഓൾറെഡി പറയുണ്ടായി. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ അർത്ഥപൂരക വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ ആ കോംപ്ലിമെന്റിന്റെ പ്രത്യേകത എന്താ, അത് ഈ വെർബുമായിട്ട് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ട് വരിക, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാ നോക്കുക, വെർബ്സ് ഓഫ് ഇൻകംപ്ലീറ്റ് പ്രെഡിക്കേഷൻ. വെർബ്സ് ഓഫ് ഇൻകംപ്ലീറ്റ് പ്രെഡിക്കേഷൻ, അതായത് ഒരു പ്രെഡിക്കേഷനെ ഇൻകംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിൽ വെർബ് വരിക. മുഴുവനാവില്ല, പൂർണ്ണത വരില്ല. ആ പൂർണ്ണത വരുത്താതിരിക്കുന്ന ചില ക്രിയകളുണ്ട്. ആ ക്രിയകൾക്ക് പൂർണ്ണത കൊടുക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ ചില വാക്കുകൾ നൗണോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവോ, നൗണോ അഡ്ജക്റ്റീവോ ആയിട്ടുള്ള ചില വാക്കുകൾ ആ വെർബിന് ശേഷം ഉപയോഗിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും, അത് പൂർണ്ണത കൈവരിക്കും. അങ്ങനെ കൊടുക്കുന്ന നൗണിനെയോ അഡ്ജക്റ്റീവിനെയാണ് ദ നൗൺ ഓർ അഡ്ജക്റ്റീവ്, ദ വേർഡ്സ് ഓഫ് നൗൺ ഓർ അഡ്ജക്റ്റീവ് ഈസ് കോൾഡ് കോംപ്ലിമെന്റ് എന്ന് പറയും. അപ്പോൾ കോംപ്ലിമെന്റ് അഥവാ ആ വാക്കിനെ കംപ്ലീഷൻ ഓഫ് ദി പ്രെഡിക്കേറ്റ് എന്ന് പറയാം. കംപ്ലീഷൻ ഓഫ് ദി പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. കംപ്ലീഷൻ ഓഫ് ദി പ്രെഡിക്കേറ്റ് അഥവാ കംപ്ലീഷൻ ഓഫ് ദി വെർബ്. ആ വെർബിന് കംപ്ലീറ്റ്നെസ് കൊടുക്കുക. അത്തരത്തിലുള്ള വാക്കുകളുണ്ട്, അതിനെയാണ് കോംപ്ലിമെന്റ് എന്ന് പറയുക. നോക്കാം, ഇവിടെ 2 എക്സാമ്പിളിലൂടെ നമുക്കത് പറയാൻ സാധിക്കും. ഫസ്റ്റ് എക്സാമ്പിൾ, ദ ബോയ് സ്ലീപ്സ്. ആ ആൺകുട്ടി ഉറങ്ങി. സെക്കൻഡ് വൺ, ദ ബേബി സീംസ് ഹാപ്പി. ആ കുട്ടി വളരെ ഹാപ്പി ആയിട്ട് കാണപ്പെട്ടു. ഇത് രണ്ടും, ഈ 2 വെർബും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇൻട്രാൻസിറ്റീവ് വെർബാ, അകർമ്മകമാണ്. നമുക്കതിന് ഉത്തരം കിട്ടില്ല കറക്റ്റായിട്ട്. ടു ഹൂം, ടു വാട്ട് എന്ന് ചോദിച്ച ഉത്തരം തരില്ല. ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ചോദിച്ച ഉത്തരം കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഇത് ഇൻട്രാൻസിറ്റീവ് വെർബ്സ് ആണ്. പക്ഷെ 2 പൂർണ്ണ സെന്റൻസ് ആണ്, പൂർണ്ണമായിട്ടും സെന്റൻസ് കംപ്ലീറ്റഡ് ആണ്. ദ ബോയ് സ്ലീപ്സ്, ആൺകുട്ടി ഉറങ്ങുന്നു. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സെൻസ്. ദ ബേബി സീംസ് ഹാപ്പി. ദ ബേബി സീംസ് മാത്രമാണെങ്കിൽ കംപ്ലീറ്റ് ആവില്ല. ദ ബേബി സീംസ് ഹാപ്പി. ഹാപ്പി എന്നുള്ള വാക്ക് വെച്ചപ്പോൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി. അപ്പൊ രണ്ടാമത്തെ സെന്റൻസിൽ സീംസ് വരെ നിർത്തിക്കഴിഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ ആ ഇൻകംപ്ലീറ്റ്നെസ്സിനെ നമ്മൾ മാറ്റാനായിട്ട് ഹാപ്പി എന്നുള്ള വാക്ക് ചേർത്തിരിക്കുക. അപ്പൊ ഹാപ്പി എന്ന് പറയുന്ന വാക്ക് എന്തായിട്ട് നമുക്ക് പറയാൻ സാധിക്കും? ഇറ്റ് ഈസ് എ കോംപ്ലിമെന്റ് ഓഫ് ദി വെർബ്. അതാണ് കംപ്ലീഷൻ ഓഫ് ദി വെർബ് എന്ന് പറയുക. ആ ഹാപ്പി വന്നതുകൊണ്ട് സീംസിന്റെ ഇൻകംപ്ലീറ്റ്നെസ് പോയി. അപ്പൊ അതിനെ നമുക്ക് ആ ഹാപ്പി എന്ന വേർഡിനെ കംപ്ലീഷൻ ഓഫ് ദി പ്രെഡിക്കേറ്റ് എന്ന് പറയാം. അതാണ് നമ്മൾ പറയുന്ന കോംപ്ലിമെന്റ് അഥവാ അർത്ഥപൂരക വാക്ക്. നോക്കുക, ബീയിങ്, ബിക്കമിങ്, സീമിങ്, അപ്പിയറിങ് എക്സിട്ര, ഇത്തരത്തിലുള്ള വാക്കുകൾ സെന്റൻസിൽ വന്നാൽ അത് ഇൻകംപ്ലീറ്റ്നെസ് തരിക. അപ്പൊ അത്തരത്തിലുള്ള വാക്കുകൾ ഇൻകംപ്ലീറ്റ് പ്രെഡിക്കേഷൻസ് വരുമ്പോൾ അതിനെ പൂർണ്ണതയിലെത്തിക്കാനായിട്ട് അതിനുശേഷം ആ വെർബിന് ശേഷം നമ്മൾ നൗൺ ഓർ അഡ്ജക്റ്റീവ്, നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വാക്കുകൾ ചേർത്ത് അതിനൊരു കംപ്ലീഷൻ ഓഫ് ദി വെർബ് കൊടുക്കും, അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ദി സെന്റൻസ് കൊടുക്കും, അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ദി പ്രെഡിക്കേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ കംപ്ലീറ്റ്നെസ് കൊടുക്കുന്ന, പൂർണ്ണത കൊടുക്കുന്ന വാക്കുകളെയാണ് കോംപ്ലിമെന്റ് എന്ന് പറയുക, അർത്ഥപൂരക വാക്ക് എന്ന് പറയുക. അപ്പൊ ഹാപ്പി എന്നുള്ളത് ഒരു അർത്ഥപൂരക വാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് സബ്ജക്റ്റീവ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് കോംപ്ലിമെന്റ് ഉണ്ട്. എന്താ സബ്ജക്റ്റീവ് കോംപ്ലിമെന്റ്? വെൻ എ കോംപ്ലിമെന്റ് എക്സ്പ്ലെയിൻ ദ സബ്ജക്റ്റ്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് ആണ് ഏറ്റവും പ്രധാനം. സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ആണ് വെർബ്. അപ്പൊ സബ്ജക്റ്റിനെ വെൻ എ കോംപ്ലിമെന്റ് എക്സ്പ്ലെയിൻ ദ സബ്ജക്റ്റ്, സബ്ജക്റ്റിനെ വിശദീകരിക്കുന്നത് എന്തോ അങ്ങനെയുള്ള ചില വാക്കുകളുണ്ട്. ആ വാക്കുകളെ സബ്ജക്റ്റീവ് കോംപ്ലിമെന്റ് എന്ന് പറയും. സബ്ജക്റ്റീവ് കോംപ്ലിമെന്റ് എന്ന് പറയും. നോക്കുക, റൂബി ഈസ് എ ഡോഗ്. റൂബി ഈസ് എ ഡോഗ്. റൂബി ഈസ് ഇൻകംപ്ലീറ്റ് ആണ്. എ ഡോഗ്, ആ ഡോഗ് എന്നുള്ളത് ഒരു നൗണാണ്, അല്ലെങ്കിൽ ഒരു നൗണാണ്. ആ നൗൺ ഡോഗ് എന്നുള്ള നൗൺ റൂബിയെ നമ്മൾ എന്താ ചെയ്യണേ? കോംപ്ലിമെന്റ് ചെയ്യാൻ.
റൂബി എന്ന സബ്ജക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഡോഗ് എന്നുള്ളത് സബ്ജക്റ്റീവ് കോംപ്ലിമെന്റ് ആണ്. കർത്താവിനെ അത് കോംപ്ലിമെന്റ് ചെയ്ത് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ്. മനസ്സിലായിട്ട് ഞാൻ വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. ജേക്കബ് ബിക്കെയിം എ മിനിസ്റ്റർ. ജേക്കബ് ഈസ് എ സബ്ജക്ട്, ബിക്കെയിം നമുക്കറിയാൻ പാടില്ല. എ മിനിസ്റ്റർ വന്നപ്പോഴാണ് അത് കംപ്ലീറ്റ്നെസ്സിൽ വന്നത്. അപ്പൊ ആ മിനിസ്റ്റർ എന്നുള്ള ആ വേർഡ് ജേക്കബ് എന്നുള്ള സബ്ജക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. സോ മിനിസ്റ്റർ എന്നുള്ളത് സബ്ജക്റ്റീവ് കോംപ്ലിമെന്റ് ആണ് എന്നർത്ഥം. അപ്പോൾ certain transitive verbs require besides an object a complement to complete their predication. അപ്പൊ നമുക്ക് ഇതിനൊരു കാര്യം വ്യക്തമാണ്. ചില സന്ദർഭങ്ങളിൽ certain transitive verbs, ചില സകർമ്മക ക്രിയകൾക്ക് require besides an object, ഒരു കർമ്മത്തിനു പുറമെ besides an object a complement to complete, ഒരു കോംപ്ലിമെന്റ് വേണം ടു കംപ്ലീറ്റ് ദയർ പ്രിഡിക്കേഷൻ. അതിന്റെ പ്രിഡിക്കേഷൻ, അതിന്റെ പൂർണ്ണതയ്ക്ക്, ക്രിയയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഒബ്ജക്റ്റിന് പുറമെ ഒരു വാക്കുകൂടി കോംപ്ലിമെന്റ് കൂടി വെക്കേണ്ടതായിട്ട് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എവിടെ? സകർമ്മക ക്രിയകളിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഒരു ഒബ്ജക്റ്റിനെ കോംപ്ലിമെന്റ് ചെയ്ത് അതിനെ പൂർണ്ണതയിലേക്ക് വരുത്താൻ ചിലപ്പോൾ കോംപ്ലിമെന്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് പറയാം ആ പൂരണം തരുന്നത്, അല്ലെങ്കിൽ ആ വാക്കിന് പൂർണ്ണത തരുന്നത് ഒരു കോംപ്ലിമെന്റ് ആണ് എന്നർത്ഥം. നോക്കുക എക്സാമ്പിൾ. ഹെർ പേരൻസ് നെയ്മഡ് ഹെർ റാണി. ഹെർ പേരൻസ്, അവളുടെ ഗാർഡിയൻസ്, പേരൻസ് അച്ഛനും അമ്മയും, നെയ്മഡ് അവളെ പേരിട്ടു. ഹെർ, അവളെ എന്ത് പേരിട്ടു? റാണി എന്ന് പേരിട്ടു. അപ്പൊ അവിടെ ഹെർ പേരൻസ് നെയ്മഡ് ഹെർ എന്നുള്ള അവിടെ ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒബ്ജക്റ്റിനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്ത് പൂർണ്ണത കൊടുത്തു. ആ ഒബ്ജക്റ്റ് ചെയ്യുന്നപ്പോൾ ഹിയർ പേരൻസ് നെയ്മഡ് ഹെർ കംപ്ലീറ്റ് അല്ല. ആ ഹെർ എന്നുള്ള ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റാണി എന്ന് കൊടുത്തപ്പോ ആ കോംപ്ലിമെന്റ് കൊണ്ട് ഈ സെന്റൻസിനെ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അപ്പൊ റാണി എന്നുള്ളതാണ് അവിടുത്തെ കോംപ്ലിമെന്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അടുത്ത നോക്കാം. ദ ജഡ്ജ് ഫൗണ്ട് ഹിം ഗിൽറ്റി. ദ ജഡ്ജ് ഫൗണ്ട് ഹിം ഗിൽറ്റി. ദ ജഡ്ജ് ഫൗണ്ട് ഹിം എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. അത് പൂർണ്ണമാവില്ല. ആ ദ ജഡ്ജ് ഫൗണ്ട് ഹിം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. സോ അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ ഒബ്ജക്റ്റിന് ശേഷം ഗിൽറ്റി എന്നുള്ള ഒരു വാക്ക് വെച്ചു. ആ ഗിൽറ്റി എന്നുള്ള പദം കൊണ്ട് അതൊരു കോംപ്ലിമെന്റ് ആയി അർത്ഥപൂരണം കൊടുത്ത് ആ സെന്റൻസിനെ പൂർണ്ണതയിലേക്ക് എത്തിച്ചു. അപ്പൊ കോംപ്ലിമെന്റ് കൂടി ചേർത്ത് നമുക്ക് ചില സെന്റൻസുകളെ ഇൻട്രാൻസിറ്റീവ് വെർബ് വരുമ്പോഴുമാകാം, ട്രാൻസിറ്റീവ് വെർബ് വരുമ്പോഴുമാകാം. ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ബീയിങ്, ബിക്കമിങ്, സീമിങ്, അപ്പിയറിങ് തുടങ്ങിയ വാക്കുകളൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ കംപ്ലീറ്റ്നെസ് തരില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കംപ്ലീറ്റ്നെസ് തരാൻ, അർത്ഥപൂർണത കൊടുക്കാൻ ചില വാക്കുകൾ നൗണായിട്ടോ അഡ്ജക്റ്റീവ് ആയിട്ടോ ചില വാക്കുകൾ നമ്മൾ ചേർക്കും. സോ ദീസ് വേർഡ്സ് ആർ കോൾഡ് കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ദി വെർബ് എന്ന് നമുക്ക് പറയാൻ, അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ദി പ്രിഡിക്കേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഈ വെർബ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അർത്ഥപൂരക വാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഈ വെർബ് നമ്മൾ കംപ്ലീറ്റ് അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ സഹായ ക്രിയകൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ടെൻസ് വരുമ്പോൾ വീണ്ടും വിശദീകരിക്കാം. ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഒരു സെന്റൻസ് എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് വരണം, വെർബ് വരണം, ഒബ്ജക്റ്റ് വരണം, കോംപ്ലിമെന്റ് വരണം. SVOC അങ്ങനെയാണ് വരിക. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒബ്ജക്റ്റ് വരിക. എന്നാൽ മലയാള ഭാഷയിൽ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിനനുസരിച്ച് ക്രിയ പോകണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആകണം, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബ് പ്ലൂരൽ ആകണം. അപ്പൊ അതനുസരിച്ച് നമുക്ക് സബ്ജക്റ്റിനെ അനുസരിച്ചിട്ട് വെർബിനെ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് വ്യക്തമായ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം സാധാരണ BEB എന്നുള്ള വെർബ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. BEB എന്നുള്ളത് ഒരു റൂട്ട് ഫോമാണ്, വെർബിന്റെ ക്രിയാധാതുവാണ്, വെർബ് റൂട്ടാണ്. ആ വെർബ് റൂട്ട് അത് നമുക്ക് പല തരത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ BEBയുടെ വേറൊരു ഫോമാണ് ഈസ്, ആം, ആർ.
BEB എന്നുള്ള വെർബിന്റെ റൂട്ട് ഫോം, ആ റൂട്ടിന്റെ വേറൊരു പ്രസന്റ് ഫോം എന്നാ പറയാ, വർത്തമാനകാലം എന്ന് പറയും. കറണ്ട് സിറ്റുവേഷനിലേക്ക് പറയുമ്പോൾ ഈസ്, ആം, ആർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഈസ് സിംഗുലർ ആണ്, ആർ പ്ലൂരൽ ആണ്. ആം എന്നുള്ളത് ഫസ്റ്റ് പേഴ്സണോട് കൂടി ചേർക്കുന്ന, അത് ഐനോട് കൂടി, ഐ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ, ഐ എന്നുള്ള വ്യക്തിത്വത്തെ കാണിക്കാനായിട്ട് ആം ചേർക്കുന്നു. അപ്പൊ ഈസ്, ആം, ആർ അത് ആരുടെ ഫോമാണ്? ബി എന്നുള്ള റൂട്ട് ഫോമിന്റെ പ്രസന്റ് ഫോം ആണെന്നർത്ഥം. അപ്പൊ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് വെക്കും, പ്ലൂറൽ ആണെങ്കിൽ ആറ് വെക്കും. അതുപോലെ ഐ വരികയാണെങ്കിൽ ആം വെച്ച് ചേർത്തുകൊണ്ട് നമ്മൾ ആ സെന്റൻസിനെ കംപ്ലീറ്റ്നെസ്, ആ വെർബിനെ വേണ്ട രീതിയിൽ കംപ്ലീഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ BEBയുടെ പാസ്റ്റ് ഫോം ഉണ്ട്, വാസ് ഓർ വെയർ എന്നാ പറയുക. BEBയുടെ പാസ്റ്റ് ഫോം വാസ് ഓർ വെയർ. വാസ് സിംഗുലർ ആണ്, വേർ പ്ലൂറൽ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് സിംഗുലർ ആണെങ്കിൽ വാസ് വയ്ക്കുക, പ്ലൂറൽ ആണെങ്കിൽ വേർ വയ്ക്കുക. ഇതുപോലെ നമ്മൾ സിംഗുലറും പ്ലൂറലുമായിട്ട് സെന്റൻസിനെ കണ്ട് സബ്ജക്റ്റിനനുസരിച്ച് വെർബ് പ്ലേസ് ചെയ്യുമ്പോഴാണ് വ്യക്തമായ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് രണ്ട് തരത്തിലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചോദ്യവാക്കുള്ള ചോദ്യമുണ്ട്, ചോദ്യവാക്ക് ഇല്ലാത്ത ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ആ വെർബിനെ ആദ്യം വെച്ചുകൊണ്ട് നമ്മൾ സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് ചോദ്യവാക്കില്ലാത്ത ചോദ്യം ഉണ്ടാക്കാൻ സാധിക്കും. ചോദ്യവാക്ക് വെച്ചിട്ട് വെച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദ്യവാക്ക് വെച്ചിട്ട് ചോദ്യം ഉണ്ടാക്കാൻ സാധിക്കും. അതൊക്കെ ഇതിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് വെർബിന്റെ ഒരു സമ്മറിയാണ്. പാർട്സ് ഓഫ് സ്പീച്ചിലെ വെർബിനെയാണ് എടുത്തത്. അതിൽ നമ്മൾ ഓൾറെഡി ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, അതുപോലെ തന്നെ കോംപ്ലിമെന്റ്, ഹെൽപ്പിംഗ് വെർബ്, അതുപോലെ തന്നെ ചില കോംപ്ലിമെന്റ് എവിടെയൊക്കെയാണ് സംഭവിക്കുക, പൂർണ്ണതയിലേക്ക് എത്തിക്കുക. അതുപോലെ സബ്ജക്റ്റ് എഴുതുമ്പോൾ സിംഗുലറും പ്ലൂറലും അനുസരിച്ചിട്ട് വേണം വെർബ് വരാൻ എന്നും നമ്മൾ പഠിച്ചു. അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ സ്റ്റാർട്ട് ദ ടെൻസ്. ഓക്കെ, താങ്ക് യു.